BJP സത്യത്തിൽ താഴോട്ടാണ് പോയത്. തിരുവനന്തപുരം ജില്ലയിലാണ് അവർക്ക് അല്പം ബേസ് ഉള്ളൊരു സ്ഥലം. വേറെ കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് അവർക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് LDF അല്ല UDF അല്ല BJP ഉണ്ടെന്നുള്ളൊരു സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വലിയ അത്ഭുതമൊന്നുമല്ല. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പണം, മറ്റ് സ്വാധീനങ്ങൾ, ഓരോ കമ്മ്യൂണിറ്റിയും വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ ശക്തി, പൊളിറ്റിക്കൽ പവറുണ്ട്. എന്നിട്ടും കേരളത്തിൽ ഇത്രയേ വളരാൻ പറ്റിയുള്ളല്ലോ. എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്തരത്തിൽ BJPയുമായി എന്തിന് കൂട്ടുകെട്ടിന് പോകുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? പൊളിറ്റിക്കലായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളൊരു ബദലാണ് എന്ന് വരുത്തി തീർക്കാൻ ഇതുവരെ BJP കഴിഞ്ഞിട്ടുമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP നരേന്ദ്രമോദിയൊക്കെ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. അവർക്കെതിരെ വലിയ വികാരം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലൊക്കെ വലിയ വികാരം ഉണ്ടായി തുടങ്ങി. അതൊന്നും ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെയൊന്നും പിടിച്ചുകിട്ട് നിൽക്കാൻ പറ്റില്ല. തിരുത്തലുകൾക്ക് പാർട്ടി തയ്യാറാണ്. തിരുത്താതെ മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഇപ്പോൾ LDF അല്ലെങ്കിൽ അടുത്ത് ആർക്ക് കുത്തും UDFന് എന്ന് പറഞ്ഞാണ് നമ്മൾ ആദ്യത്തെ ചർച്ച അവസാനിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ മൂന്നാമത് നമുക്ക് LDF അല്ല UDF അല്ല BJP ഉണ്ടെന്നുള്ളൊരു സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പോലും വേരുന്നാൻ BJPക്ക് സാധിക്കുന്നു എന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം? ആ 3 സീറ്റുകൾ പോലും അതിന് വലിയ അത്ഭുതമൊന്നുമല്ല. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പണം, മറ്റ് സ്വാധീനങ്ങൾ, ഓരോ കമ്മ്യൂണിറ്റിയും വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ ശക്തി, പൊളിറ്റിക്കൽ പവറുണ്ട്. എന്നിട്ടും കേരളത്തിൽ ഇത്രയേ വളരാൻ പറ്റിയുള്ളല്ലോ. BJP സത്യത്തിൽ താഴോട്ടാണ് പോയത്. ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ പിന്നെ കോൺഗ്രസ് വേഴ്സസ് BJP എന്ന് വരുമ്പോൾ കുറച്ച് വോട്ട് കൂടുതൽ വരും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും താഴോട്ട് പോവുക. അവർ 3 സീറ്റ് ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിൽ അത് പല കാരണങ്ങൾ കൊണ്ട് കിട്ടിപ്പോയതാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അവർക്ക് അല്പം ബേസ് ഉള്ളൊരു സ്ഥലം. വേറെ കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് അവർക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല. 10-20 പിന്നെ BJP തുടങ്ങിയിട്ട് തന്നെ കൊല്ലം ഇത്രയായി. അവർ അധികാരത്തിൽ വരാൻ തുടങ്ങിയിട്ട് തന്നെ ഇടയ്ക്കൊന്ന് പിന്നെ വാജ്പേയി വന്നെങ്കിലും പിന്നീട് 2014 മുതൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായത്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് വലിയ മജോറിറ്റി രാജ്യം ഭരിക്കാൻ ശ്രമിച്ചിട്ടും കേരളം പോലുള്ള സ്റ്റേറ്റിൽ അവർക്ക് വളരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ വലിയ വീക്ക്നെസ്, അവരുടെ സംഘടനാപരമായ വീഴ്ചയാണ്. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും BJPയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. കോടികൾ അവിടെ നിന്ന് വരുന്നു, അത് മുക്കുന്നു, അത് വെട്ടുന്നു. ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ലീഡർഷിപ്പാണ് കേരളത്തിൽ. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും കോടികൾ തട്ടിക്കൊണ്ടുപോയ സംസ്ഥാന നേതൃത്വം കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി. അങ്ങനെ വേറെ ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ച് കേൾക്കുന്നോ? അപ്പം അതൊക്കെ ഇവർക്ക് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നവരും സ്ഥാനാർത്ഥികളായിട്ട് വരുന്നവരും പല പാർട്ടിയിൽ നിന്ന് ചാടി ചെല്ലുന്നവരും ഒക്കെ ഇവർ വലിയ തുക കൊടുക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾക്ക്. അതിൻ്റെ ഒരു അട്രാക്ഷനാണ് അവർ ഈ പോകുന്ന പലർക്കും. കാരണം അതിൻ്റെ ഒരു 4-1 ചിലവഴിച്ചാൽ മതി, ബാക്കി കയ്യിലിരിക്കും. അത് വലിയ അട്രാക്ഷൻ ആണല്ലോ. പാർട്ടി ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മുഖം. അതല്ലാതെ പൊളിറ്റിക്കലായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളൊരു ബദലാണ് എന്ന് വരുത്തി തീർക്കാൻ ഇതുവരെ BJP കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല BJPയേക്കാൾ കൂടുതൽ ഇപ്പം ഒരു പരിധി വരെ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണലായി സാമുദായികമായി വേർതിരിവുണ്ടാക്കിയാണ് അവർ നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതും അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ ലീഡർഷിപ്പിലും കോൺഗ്രസ്സിലാണെങ്കിലും CPMലാണെങ്കിലും അറിയപ്പെടുന്ന നല്ല തലയെടുപ്പുള്ള പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊക്കെ പെട്ട ആളുകൾ തന്നെ നേതൃത്വത്തിൽ. കോൺഗ്രസ്സിലാണെങ്കിൽ ഇവരെക്കാൾ വലിയ ദൈവവിശ്വാസികളായ ആളുകളാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ. അപ്പോൾ അവർക്ക് അത്ര എളുപ്പമൊന്നുമല്ല. മാത്രമല്ല അവർ ഇനി താഴോട്ട് പോവുകയുള്ളൂ. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP നരേന്ദ്രമോദിയൊക്കെ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. അവർക്കെതിരെ വലിയ വികാരം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലൊക്കെ വലിയ വികാരം ഉണ്ടായി തുടങ്ങി. അതൊന്നും ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെയൊന്നും പിടിച്ചുകിട്ട് നിൽക്കാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കേരളത്തിലും ബാധിക്കും. അപ്പം കേരളത്തിലൊന്നും എനിക്ക് അവരുടെ വലിയ വളർച്ചയൊന്നും വലിയ പ്രശ്നമായി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ശരി. അപ്പോൾ ഈ പണം കൊടുത്ത് പലരെയും വിലക്കി വാങ്ങുന്നൊരു രീതി BJPയിലുണ്ട്. പക്ഷേ പണം ഒരു വിഷയമല്ലാത്ത അല്ലെങ്കിൽ പദവി ഒരു വിഷയമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഉദാഹരണത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്. അദ്ദേഹത്തിന് PC ജോർജിൻ്റെ മകൻ എന്നുള്ള വലിയൊരു ബ്രാൻഡ് നെയിമുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെ എങ്ങനെയാണ് BJPക്ക് വിലക്കെടുക്കാൻ കഴിയുന്നത്? ഷോൺ ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ PC ജോർജിന് വേറൊരിടത്ത് നിൽക്കാൻ പറ്റാതെ വന്നു. ഒരു മുന്നണിയെയും അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എനിക്ക് അദ്ദേഹത്തോട് പണക്കമൊന്നുമില്ല, നമ്മുടെ നാട്ടുകാരനൊക്കെ തന്നെ. പക്ഷേ
അദ്ദേഹത്തിന് ഒരു പാർട്ടിയിലും നിൽക്കാൻ മേലാത്തൊരവസ്ഥ വന്നു. UDF ചേരാനൊക്കെ അവസാനം വരെ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ഒരു കാരണവശാലും UDF ആർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ അത് ഉണ്ടാക്കി, ഇടതുപക്ഷത്തും ഉണ്ടാക്കി. കാരണം ഓരോ സ്ഥലത്തു നിന്നും അദ്ദേഹം ചാടുമ്പോൾ പിരിയുമ്പോൾ വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കും. അങ്ങനെ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി നിന്നത്. പിന്നെ BJP സംബന്ധിച്ച് ആരെയും സ്വീകരിക്കുന്ന ഒരു ലൈനുള്ളത് കൊണ്ട് BJP അവസാനം അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതുള്ളൂ. അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഈ പാർട്ടി വന്നത് എൻ്റെ അബദ്ധം, എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം, ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ വോട്ട് കിട്ടിയേനെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. സാധാരണ ഒരു പാർട്ടിയുടെ സീറ്റിൽ ടിക്കറ്റ് മത്സരിക്കുന്ന ഒരാൾ പറയും. അപ്പോൾ അതാണ് പുള്ളിയുടെ ശൈലി, അതാണ്. അപ്പോൾ അതിൻ്റെ മകൻ എന്നുള്ളതിനൊരു പ്രാധാന്യമാണ് ഷോണിന് കിട്ടിയത്. മകൻ എന്നുള്ള പേരിലാണ് ആദ്യം അവിടെ പിന്നെ ജില്ലാ പഞ്ചായത്ത് ജയിക്കുന്നതും ഒക്കെ. പിന്നെ ചെറുപ്പമാണ്, അതുകൊണ്ട് വളരെ ആവേശമൊക്കെ സൃഷ്ടിച്ച് പുതിയ BJP നേതൃത്വത്തിൽ. കാരണം BJPക്ക് ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായി, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പിടിച്ചെടുത്താൽ അവർക്ക് കേരളത്തിൽ കുറേ കൂടി അവരുടെ വോട്ടിംഗ് ബേസിൽ വർദ്ധിപ്പിക്കാമെന്നുള്ളത്. അത് നടക്കില്ല എന്നിപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് അവർ തെളിഞ്ഞു കഴിഞ്ഞു. അതൊന്നും എളുപ്പമല്ല. കാരണം കേരളത്തിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വളരെ ഡീപ്പായി തന്നെ ഒരു ഡെമോക്രാറ്റിക് സെക്കുലർ മനോഭാവമുള്ളവരാണ്. അവർ കോൺഗ്രസുമായി വളരെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ലീഡർഷിപ്പ് നല്ലൊരു പങ്കും അതെ. അപ്പോൾ എളുപ്പത്തിലൊന്നും ഇതിനൊന്നും പിന്നെ പിടിച്ചു പറിച്ചുകൊണ്ടൊന്നും BJP വന്നിട്ട് ഒരു ചെറിയ അഭ്യാസം കാണിച്ച് അവിടെ അങ്ങനെയാണ്, അവിടെ പിന്നെ തുർക്കി പള്ളി വിളിച്ചു, അവിടെ ഇന്നടത്ത് ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണലായി ആളുകളെ തിരിക്കാൻ ശ്രമിച്ചാൽ അതിനൊക്കെ അപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. വൈകാരികമല്ല, എപ്പോഴും വിവേകപരമായും ബുദ്ധിപരമായും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ പരീക്ഷണമൊക്കെ അവർ പരാജയപ്പെട്ടു പോയി. ആ പരീക്ഷണമൊന്നും അവർ വിജയിക്കാനും പോകുന്നില്ല. ഇവിടെ കാസ അവരുണ്ടാക്കിയ ഒരു സാധനമാണ്, BJPയുടെ സൃഷ്ടിയാണ്, RSSൻ്റെ സൃഷ്ടിയാണ്. ക്ലച്ച് പിടിച്ചില്ലല്ലോ. പെട്ടെന്നൊരു ചെറിയൊരു ട്രെൻഡൊക്കെ വരുന്നെങ്കിലും ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അതൊക്കെ ആളുകൾക്ക് മനസ്സിലായത് BJP ആണെന്ന്. കാരണം അവരിടയ്ക്ക് പറഞ്ഞ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ആകാൻ പോവുകയാണ്, സ്വന്തമായ സ്ഥാനാർത്ഥിയെ നിർത്താത്ത എല്ലായിടത്തും BJPക്ക് പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞതോടുകൂടി അവർ ഐഡൻറ്റിഫൈ ചെയ്തില്ല ഇതാണെന്ന്. അപ്പം അത്രയേ ഉള്ളൂ. അതെ. അപ്പോൾ ഈ പറഞ്ഞു വെച്ചതുപോലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂട്ടുപിടിച്ച് കുറേ നേട്ടങ്ങൾ കൊയ്യാൻ BJP ശ്രമിച്ചെങ്കിലും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 99% അത് പാളിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നല്ലൊരു പങ്കും പാളിപ്പോയി. അത് നടക്കില്ലാത്തത്, അത്ര എളുപ്പമല്ല, അത്ര ഡീപ്പ് റൂട്ടഡാണ്. കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഇതിനകത്ത് വളരെ ഡീപ്പ് റൂട്ടഡാണ്. ഇതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ ലീഡേഴ്സിൻ്റെ നല്ലൊരു പങ്ക്, പ്രത്യേകിച്ച് ഈ മേഖലയിലെ ആ കമ്മ്യൂണിറ്റിയിലുള്ള നല്ലൊരു പങ്കും കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഭാഗങ്ങളാണ്. അതൊന്നും അത്ര എളുപ്പത്തിൽ പിന്നെ കുടുംബ ബന്ധങ്ങളും ഒക്കെയാണ്, അതൊന്നും അങ്ങനെ പൊളിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റിയല്ല. അതെ. ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, വിമർശനം എന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി സംഘപരിവാർ അജണ്ട കേരളത്തിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്തരത്തിൽ BJPയുമായി എന്തിന് കൂട്ടുകെട്ടിന് പോകുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാര്യം കൂടി ചേർത്താണ് ചോദിക്കുന്നത്. ഒളിച്ചു കടത്തലൊക്കെ പണ്ട് കാലം മുതലേ അവരാരംഭിച്ചതല്ലേ. പിണറായി വിജയൻ നടത്തിയിട്ടുള്ളതുപോലെ ഒളിച്ചു കടത്തൽ ആരും നടത്തിയിട്ടില്ല. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഒരു ദിവസം പോലും നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറയുന്ന പോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളെന്ന് പറയല്ലേ. പക്ഷേ രാഹുൽ ഗാന്ധിയെ ഞാൻ പറയില്ല, മടിയിൽ കനമുള്ളത് കൊണ്ട് പിണറായി വിജയന് പലപ്പോഴും വഴിയിൽ പേടിക്കേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഒറ്റ അക്ഷരം ഇവർക്കെതിരെ സംസാരിക്കാതെ വന്നത്. അത് മോളായിട്ടും മറ്റുള്ളവരായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങൾ, അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാൻ അദ്ദേഹമായിട്ടും ലാവ്ലിൻ മുതലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധി വിട്ട് അവർക്ക് വിമർശിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളാണല്ലോ, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ, സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഒരുപാട് സ്കീമുകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സ്കീമുകളാണ്. അപ്പോൾ ആ സ്കീമുകളൊക്കെ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും പിന്നെ മന്ത്രിമാരുമായിട്ടും അവരുടെ പോളിസികളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയും കുറച്ചൊക്കെ അത് കുറേ അംഗീകരിക്കേണ്ടിയും വരും. കാരണം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളല്ലേ, ആ പദ്ധതികൾക്കുള്ള ഓരോ നിബന്ധനകൾ വരും. കാരണം അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റുകളായിരിക്കും. അപ്പോൾ ആ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കാൻ കേന്ദ്രവുമായിട്ട് സഹകരിക്കേണ്ടി വരും. അത് അവർ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും കുറച്ചൊക്കെ ചെയ്യേണ്ടി വരും, സഹകരിക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഇപ്പം പിന്നെ PM ശ്രീ പദ്ധതി, അപ്പം അതിനകത്തൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം അത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ വരുന്ന വലിയൊരു പ്രോജക്റ്റാണ്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയല്ലോ സംസ്ഥാനത്തിന്. കാരണം സംസ്ഥാനത്തിന് മാത്രം അങ്ങനെ ഒരു നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ അത് ഒക്കെ അംഗീകരിക്കേണ്ടി വരും.
പക്ഷേ ഈ PMC ഒപ്പിട്ട സമയത്ത് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച, തിരിച്ച് എന്തുകൊണ്ട് ഇതിന് ഒപ്പിട്ടു എന്ന് ചോദ്യം ചോദിച്ചവരുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോൾ എന്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ ഓപ്ഷൻ ഉണ്ടായിട്ടും പിന്മാറുന്നില്ല എന്നവർ ചോദിക്കുന്നതിൽ അത് തെറ്റില്ല. ചോദ്യം ചോദിച്ചിട്ടുള്ളത് പിന്നെ CPI ആണ് മെയിനായിട്ട്. ഇടതുപക്ഷ മുന്നണിക്കകത്ത് തന്നെ ഉണ്ടായ പ്രശ്നമാണ്. പിന്നെ ഇടതുപക്ഷ മുന്നണിക്കകത്തുണ്ടായ ആശങ്കയിൽ ചില ഭാഗം ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ ആ ഭാഗം മാത്രം ഞങ്ങൾ ഉയർത്തി കാണിച്ചു. ശരിയാണ്, CPI പറയുന്നതിൽ കുറേ കാര്യമുണ്ട്, ഇന്ന കാര്യങ്ങളിൽ അനാവശ്യം, അതും മന്ത്രിസഭയെ അറിയാതെയാണ് ഒപ്പിട്ടത്. ഇടതുപക്ഷ മുന്നണിയുടെ പിന്നെ യോഗത്തിൽ പോലും വയ്ക്കാതെ ഇതൊരു രഹസ്യമായിട്ട് അന്നത്തെ മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും കൂടെ ചേർന്ന് ഒപ്പിട്ടു. അതാണ് വലിയ തർക്കം വന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കള്ളക്കളി ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ പരസ്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇന്ന കാരണങ്ങളാൽ ഇന്ന കാര്യങ്ങൾ, ഇന്നതിനോട് ഞങ്ങൾ എതിർക്കുന്നു, ഇന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് പരസ്യമായി പാർട്ടിയിലും മുന്നണിയിലും ഗവൺമെൻറ്റിലും ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പം അതിൽ സുതാര്യതയുണ്ട്. മറ്റത് രഹസ്യമായി ഒളിച്ചു കടത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് CPIക്ക് സംശയമായി, നാട്ടുകാർക്ക് സംശയമായി, ഞങ്ങൾക്കും ചില സംശയങ്ങളായി. ഇതാണ് അതിൻ്റെ അകത്തുണ്ടായ കാര്യം. അതെ, അപ്പോൾ തിരുത്തലുകൾക്ക് പാർട്ടി തയ്യാറാണ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും തിരുത്താതെ മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. കാലഘട്ടത്തിൽ നമ്മൾ തെറ്റ് പറ്റിയാൽ തെറ്റാണെന്ന് പറയുകയും തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പഴയ കാലത്തെ വർത്തമാനമൊക്കെ പറഞ്ഞു, പഴയ കാലത്തെല്ലാം പൊതുമേഖല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങൾ കോൺഗ്രസ്സുകാരും എല്ലാം പൊതുമേഖലയ്ക്ക് വേണ്ടിയാണ് നിന്നിരുന്നത്. ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു വലിയ ഒരു ഇതായിരുന്നു. എന്ത് കാര്യങ്ങളും പൊതുമേഖല വന്നാൽ നീതിപൂർവമാണെന്നും അവിടെ അഴിമതിയില്ലെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ പൊതുമേഖല എന്ന് പറയുന്നത് നല്ലൊരു പങ്കും വെള്ളാനകളാണ്. ഒരു കാര്യവുമില്ല. നമ്മുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ലൊരു പങ്ക് ഒരു സാധനം ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒരു കുഞ്ഞിന് പോലും അവിടെ ജോലി കൊടുക്കാറില്ല. അവരിപ്പം ഗവൺമെൻറ്റിൻ്റെ ചില പ്രോജക്റ്റുകൾ അവർക്ക് ചില ഇപ്പം ടെൻഡർ ചെയ്യുമ്പോൾ 10% വ്യത്യാസമാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്ഥിതിയുണ്ട്. അവരത് എടുക്കുന്നു, ഔട്ട്സോഴ്സ് ചെയ്യുന്നു, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാർ അതിൻ്റെ കമ്മീഷൻ വാങ്ങുന്നു. ഈ പണി മാത്രമാണ് നടക്കുന്നത്. അങ്ങനെ എന്തിനാ പലതും പിന്നെ നഷ്ടത്തിൽ പോകുന്നത് കൊണ്ട് ഗവൺമെൻറ് സബ്സിഡി കൊടുത്തും ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുത്തും ഒക്കെ പലതും നിന്ന് പോകുന്നത്. അങ്ങനെയൊക്കെ എന്തിനാ നമുക്കൊരു സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ? ഒരു ജോലി പോലും ഒരാൾക്ക് പോലും, ഒരു കുഞ്ഞിനെ പോലും അവിടെ കയറ്റാനും പറ്റുന്നില്ല, ജോലി കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരുന്ന സങ്കല്പത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം അതിനെക്കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള നിലയിലേക്ക് വന്നു. ചുരുക്കം ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ കെൽട്രോണൊക്കെ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഈ നമ്മുടെ ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ കെൽട്രോണിൻ്റെ സംവിധാനം ഉപയോഗിച്ചായിരുന്നു. പിന്നെ TV ഒക്കെ കെൽട്രോണിൻ്റെ ഒക്കെ നമുക്ക് വലിയ അഭിമാനമായിരുന്നു. ഇന്ത്യയിലൊക്കെ ആദ്യമേ വന്നിരുന്ന കെൽട്രോൺ, പിന്നീടാണ് UPയുടെ അപ്ട്രോൺ, അങ്ങനെയാണ് വന്നത്. പക്ഷെ അന്നൊക്കെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് അഭിമാനമായിരുന്നു, പല സ്ഥാപനങ്ങളും. പക്ഷെ പിന്നീട് അതൊക്കെ ഇപ്പോൾ കെൽട്രോൺ പോലും കച്ചവടം വന്നേ. എവിടെ നിന്നെങ്കിലൊക്കെ ഗവൺമെൻറ് പ്രോജക്റ്റ് വരും, അതെടുക്കും, അത് ഔട്ട്സോഴ്സ് ചെയ്യും, ബാക്കി കമ്മീഷൻ പറ്റി. ഈ പണിയേ ഉള്ളൂ ഇപ്പോഴൊക്കെ ബഹുഭൂരിപക്ഷവും. അതെ, ഈ കഴിഞ്ഞ 10 വർഷത്തിൽ അപ്ഗ്രഡേഷൻ നടന്നിട്ടില്ല ഈ സ്ഥാപനങ്ങളിലൊന്നും. ഒരു അപ്ഗ്രഡേഷൻ ഇല്ലല്ലോ. അതിൻ്റെ MD സ്ഥാനത്തിനൊക്കെ എന്തിനായി വലിയ പിടിച്ചുപറി, ഇത്രയും വലിയ ബഹളം എന്തിനാ? MD സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ പണി. മിക്കതും ഗവൺമെൻറ് പ്രോജക്റ്റുകളാണ് കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇവർക്ക് സൗകര്യം കിട്ടും. ഞാൻ പറയില്ലേ, 10% വ്യത്യാസം ഉള്ളത് കൊണ്ട് അവർക്ക് ആദ്യമേ ഏതിലേക്ക് അവർക്ക് ടെൻഡർ ചെയ്ത് അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അത് വെച്ചുകൊണ്ട് നടത്തുന്ന കളികളൊക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൊളിച്ചെഴുതണം. നല്ല ഒറ്റയടിക്കതെല്ലാം പിരിച്ചു വിടണമെന്നല്ല ഞാൻ പറയുന്നത്. അതെല്ലാം പൊളിച്ചെഴുതുകയും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും ഇത് മാറ്റേണ്ടത് മാറ്റുകയും അത് പ്രൈവറ്റൈസ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യണം. രാജ്യത്തിന് ലാഭം ഉണ്ടാകണം. നാടിന് നമുക്ക് പൈസ പോകാൻ പാടില്ല. നമുക്ക് നാടിന് പ്രത്യേകിച്ച് നമുക്ക് പുതിയ പുതിയ ഒരുപാട് പ്രോജക്റ്റ്, കാലം മാറിയല്ലോ, ഇപ്പോൾ AI കാലമല്ലേ, വലിയ അപ്ഗ്രഡേഷൻ നടക്കേണ്ട കാലമാണ് എല്ലാ മേഖലയിലും. അപ്പോൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യണം. എനിക്കിപ്പോൾ ഈ VD സതീശനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷതയാണ്. VD സതീശൻ നമ്മൾ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുക. അപ്പം ചിലപ്പം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം കാണിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്, പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ചേഞ്ചിന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ അതെന്താണെന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നല്ലതിനായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ അദ്ദേഹം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇടം വലം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അത് നല്ലതിനായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് പരമ്പരാഗത രീതി വിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
കഴിഞ്ഞ 19 വർഷമായിട്ട് ഒരു പരമ്പരാഗത രീതിയിലുള്ള പോക്കാണ് നമ്മളത്. കോൺഗ്രസ് വന്നാലും മാർക്സിസ്റ്റ് പാർട്ടി വന്നാലും ഇത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേഞ്ച് മാറി ചിന്തിക്കണം. കേരളം എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് മാറി ചിന്തിക്കണം. ഇപ്പം പിന്നെ സമുദ്രത്തിൻ്റെ നമ്മുടെ കായലുകളുടെയൊക്കെ സാധ്യതകളെക്കുറിച്ച് സതീശൻ്റെ സ്വപ്നങ്ങളുണ്ട്. അപ്പം അതുപോലെ ഓരോ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട്. AI ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയിൽ കൊണ്ടുവരേണ്ട മാറ്റത്തെക്കുറിച്ചൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ പറ്റിയ വലിയ കാര്യമായിരിക്കും, വലിയ ചേഞ്ച് ആയിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും.